നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 667 667. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 16. മധ്യമാനാത്തദാ സിന്ധോർ ദേവാസുരവരോധവൈഃ യഥാ സുധാ ന ജായേത നിർമ്മമസ്ധാജിത സ്വയം. ദേവാസുര സൈന്യാധിപന്മാരാൽ മതിക്കപ്പെടുന്ന സിന്ധുവിൽ നിന്ന് അമൃതം ജനിക്കാതിരുന്നപ്പോൾ ഭഗവാൻ തന്നെ നിതരാം മതിച്ചു. അതായത് ദേവാസുര അതന്നെ അതിൻ്റെ ഭാവാർത്ഥം വരണം. ദേവന്മാരും അസുരന്മാരും അവരിൽ പ്രധാനികളും കൂടി ചേർന്ന് മഥനം ചെയ്തിട്ടും അമൃതം പുറപ്പെടാത്തത് ആലോചിച്ചിട്ട് ഭഗവാൻ തന്നെ ശക്തിയോടെ മഥനം ചെയ്തു. അതായത് ഭഗവാൻ തന്നെ രണ്ടു ഭാഗത്തും വലിച്ചു പിടിച്ചു എന്നാണ്. കാരണം സഹസ്രശീർഷ എന്നുള്ളൊരു പുരുഷസൂക്തം ഉണ്ട്. ആ പുരുഷസൂക്തത്തിൽ എന്താ പറഞ്ഞത്? 1000 തലകളുള്ളവനും 1000 കാലുകളുള്ളവനും 1000 കൈകളുള്ളവനാണ്. അപ്പോൾ ഒരു 10,000 കൈ വേറൊരു ഭാഗത്തും 10,000 കൈയിലെ തലയ്ക്കലും വാലുമ്പിലും പിടിച്ച് മഥനം ചെയ്തു എന്നാണ് പറഞ്ഞതിന് താല്പര്യം. ഇതിൻ്റെയൊക്കെ അന്തരാർത്ഥം എന്താ? ഭഗവാൻ അല്ലാതെ കണ്ട് നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ തലകുത്തി നിന്നാലും ഒരു കാര്യം നടക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ കേമത്തരാണെന്നുള്ള. ഒരു ചുക്കുമില്ല നമ്മുടെ കേമത്തരം. ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ കേമത്തരാണല്ല. മനസ്സിലായില്ലേ? ഇനി 17-ാമത്തെ ശ്ലോകം ഒരു 4 വരി 1.5 ശ്ലോക. 8 വരിയുടെ ഗാംഭീര്യം കൂടും. മേഘശ്യാമകനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധനിഭ്രാജത് വിലുളിതകചസ്രഗ്ധരോ രക്തനേത്ര. ആ സമയത്ത് ഭഗവാനെ വർണ്ണിക്കുകയാണ്. ജൈത്രൈർദോർഭിർജഗദഭയദൈർദന്തശൂകം ഗൃഹീത്വാ മധ്നൻ മധ്നാ പ്രതിഗിരിവാശോഭതാധോധൃതാദ്രി. ആ പർവ്വതം ഈ രണ്ട് ഭാഗം ഒരാൾ തന്നെ ശക്തിയോടുകൂടി വല്ല പമ്പരം കറങ്ങണം കൂടുതൽ കറങ്ങി തന്നെ വേണം പറയാൻ. നോക്കിക്കോളൂ, അതിൻ്റെ അർത്ഥം വാക്കർത്ഥം ആദ്യം നോക്കുക. മേഘം പോലെ ശ്യാമളവർണ്ണനും സ്വർണം പോലെയുള്ള വസ്ത്രങ്ങളോടുകൂടിയവനും കർണങ്ങളിൽ ശോഭിക്കുന്ന മിന്നലുകളോടുകൂടിയവനും ശിരസിൽ ചിന്നിച്ചെതറിയ ഭംഗിയുള്ള തലമുടിയോടുകൂടിയവനും മാല ധരിച്ചവനും രക്തനിറമുള്ള നേത്രങ്ങളോടുകൂടിയവനും ഉദ്ധരിക്കപ്പെട്ട പർവ്വതത്തോടു കൂടിയവനുമായ ഭഗവാൻ ജയശീലമുള്ളവയും. ഭഗവാൻ കൈതൊട്ടതൊക്കെ ജയശീലമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ തൊട്ടുന്നത് ജയശീലമാവണമെന്നുണ്ടെങ്കിൽ ആ തൊടുന്നതിൻ്റെ പിന്നിലുള്ള ഇൻ്റലിജൻസ് ഈശ്വരൻ്റേതായിട്ട് നമുക്ക് കണക്കാക്കണം. അപ്പോൾ ജഗത്തിന് അഭയത്തെ ദാനം ചെയ്യുന്നവയുമായ കൈകളാൽ സർപ്പത്തെ ഗ്രഹിച്ചിട്ട്, തലയും വാലും ഗ്രഹിച്ചിട്ട് കടകോലിനാൽ മതിക്കുന്നവനായിട്ട് അന്യമായ പർവ്വതം പോലെ ശോഭിച്ചു. മന്ദരപർവ്വതം ഇവിടെ, വേറൊരു പർവ്വതം അവിടെ. ആ വേറൊരു പർവ്വതം നാരായണനെ പറഞ്ഞത് സാക്ഷാൽ നാരായണനെ. ഈ ഒരു വിഭാവന നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മളെ നിയന്ത്രിക്കുന്ന ഭഗവാൻ ആരാണ്
സർവജ്ഞ, സർവവ്യാപി, എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ള ഒരാളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഒരു പ്രശ്നമല്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം, സമുദ്രമഥനം ചെയ്യുന്ന ഭഗവാനെ വർണ്ണിക്കുന്നു. മേഘം പോലെ ശ്യാമള നിറവും സ്വർണ്ണ നിറമുള്ള മഞ്ഞപ്പട്ടും കർണങ്ങളിൽ മിന്നൽ പോലെ തിളങ്ങുന്ന മകരകുണ്ടലങ്ങളും ശിരസിൽ മഥനശ്രമം നിമിത്തം ചിന്നിച്ചിതറി കിടക്കുന്ന ഭംഗിയുള്ള തലമുടികളും മാറിടത്തിൽ വനമാലയും രക്തനിറമായ നേത്രങ്ങളുമുള്ള ശ്രീഹരി സർവത്ര ജയാവഹങ്ങളും ലോകത്തിന് അഭയപ്രദങ്ങളുമായ 4 കൈകൾ കൊണ്ട് വാസുകിയെ പിടിച്ച് മന്ദരഗിരിയാകുന്ന കടകോൽ കൊണ്ട് സമുദ്രമഥനം ചെയ്യുമ്പോൾ രണ്ടാമതൊരു പർവ്വതം പോലെ ശോഭിച്ചു. ശ്യാമളവർണ്ണത്വാദി ഗുണങ്ങൾ പർവ്വതത്തിനും ഉള്ളതുകൊണ്ട് പർവ്വത സാദൃശ്യം ഭഗവാനുണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് വേറൊന്നിനെ പോലെ ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാനെ പോലെ പർവ്വതമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പർവ്വതത്തിനേക്കാൾ വലിയൊരു പർവ്വതമാണ് ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. 18ാമത്തെ ശ്ലോകം നോക്കൂ. നിർമഥ്യമാനാദുധേരഭൂദിഷം മഹോൽബണം ഹാലഹലാഹ്വമഗ്രതാം സംഭ്രാന്തമീനോന്മകരായി കശ്ചപാത് തിമിദ്വിഭഗ്രാഹതിമിംഗിലാകുലാത്. ഏറ്റവും മതിക്കപ്പെടുന്നതും സംഭ്രമിച്ചിരിക്കുന്ന മത്സ്യങ്ങൾ, ഉദ്ഗതങ്ങളായ മകരങ്ങൾ, അത് തിമിംഗലങ്ങൾ, സർപ്പങ്ങൾ, ആമകൾ എന്നിവയോടുകൂടിയതും തിമികൾ, ദ്വിപങ്ങൾ, ഗ്രാഹങ്ങൾ, തിമിംഗലങ്ങൾ എന്നിവയാൽ സങ്കുലമായും ഇരിക്കുന്ന സമുദ്രത്തിൽ നിന്ന് ഒന്നാമതായിട്ട് ഏറ്റവും ഭയങ്കരമായ ഹാലാകലം എന്ന നാമത്തോടു കൂടിയ വിഷം ഉത്ഭവിച്ചു, ഉണ്ടായി എന്ന് പറയണം. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി. അതിശക്തിയോടുകൂടി ഭഗവാനാൽ മതിക്കപ്പെട്ടതിനാൽ അന്തർഭാഗത്തിലുള്ള മത്സ്യങ്ങൾ, സമുദ്രത്തിൻ്റെ മകരമത്സ്യങ്ങൾ, സർപ്പങ്ങൾ, ആമകൾ, തിമിംഗലങ്ങൾ, ജലത്തിലുള്ള ആനകൾ മുതലായ കടലാന അങ്ങനൊന്നുണ്ടെന്നാ പറഞ്ഞത്, മുതലകൾ, തിമികളെ വിഴുങ്ങുന്ന പ്രാണിവിശേഷങ്ങളായ തിമിംഗലങ്ങൾ എന്നിവയാൽ കലങ്ങിമറിഞ്ഞിരിക്കുന്ന സമുദ്രത്തിൽ നിന്ന് അതിഭയങ്കരമായ ഹാലാഹലം എന്നു പേരുള്ള ഒരു വിധം വിഷം ആദ്യമായി ഉദ്ഭവിച്ചു. അപ്പോൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ ആദ്യം വിഷം ഉണ്ടാവുക, അതായത് നെഗറ്റിവിറ്റി. ഈ നെഗറ്റിവിറ്റി മാറിയാൽ മാത്രമേ പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ നെഗറ്റിവിറ്റി സെൽഫ് കോൺഫിഡൻസിന് എതിരാണ്. ഒരാളുടെ കോൺഫിഡൻസ് മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഒരാളുടെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രഭാവം എന്താണെന്ന് വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഓരോരുത്തരുടെയും തോളിൻ്റെ ബലം എത്രയുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഭാരം തലയിൽ വയ്ക്കാൻ പറ്റുള്ളൂ. തോളിന് ബലം കമ്മിയാണെങ്കിൽ തലയുടെ മുകളിലെ ഭാരം കമ്മിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. എൻ്റെ തലയിൽ ഇത്രേ ഭാരം ഏൽക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് വേറൊരാൾക്ക് ഇത്രേ പറ്റുള്ളൂ എന്നുള്ളത് പറയുന്നത് ബാലിശാണ്. അവിടെയാണ് തെറ്റ് പറ്റുക. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ശ്ലോകം 19. തദുഗ്രവേഗം ദിശി ദിശുപര്യതോ വിസർപ്പതുൽ സർപ്പദ സഹ്യമപ്രതി ഭീതാ പ്രജാദുദ്രുവുരംഗശേശ്വരാം അരക്ഷ്യമാണ ശരണം സദാശിവം. സദാശിവനെ ഭഗവാൻ സ്മരിച്ചു. വളരെ ശ്രദ്ധിക്കണം. തൻ്റെ ഒപ്പം ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞതിൽ സദാശിവൻ ആരാ? പരമേശ്വരൻ അല്ലേ? ആ പരമേശ്വരൻ്റെ കഴിവ് എന്താണ് എന്നുള്ളത് ആർക്കറിയാം? ബ്രഹ്മാവിനറിയില്ല, പക്ഷേ നാരായണൻ അറിയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്,
ഉഗ്രമായ വേഗത്തോടു കൂടിയതും എല്ലാ ദിക്കിലും മുകളിലും താഴത്തും വ്യാപിക്കുന്നതും ഊർധ്വം ഗമിക്കുന്നതും സഹിപ്പാൻ കഴിയാത്തതും പ്രതികാരമില്ലാത്തതുമായ അതിനെ കണ്ടിട്ട്, ഏതിനെ? ഈ ഹാലാഹലം എന്നുള്ള വിഷത്തിനെ കണ്ടിട്ട്, ഹേ പൂജ്യനായ രാജാവേ, ഈശ്വരന്മാരോട് കൂടിയ പ്രജകൾ ഭയപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരുമായിട്ട് പരമശിവനെ ശരണം പ്രാപിച്ചു. കാരണം ഇവിടെ ഭഗവാൻ മതിക്കുകയാണ്. അപ്പോൾ ഭഗവാനോട് പറഞ്ഞ എന്താ കാര്യം? വളരെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് വാക്കാർത്ഥം കുറച്ച് വലുതാണെങ്കിലും ഭാവാർത്ഥം ചെറുതാണ്. അതിശക്തിയോടുകൂടി സർവ്വദിക്കുകളിലും മേലും കീഴും വ്യാപിക്കുന്നതും അസഹ്യവും സഹിക്കാൻ വയ്യാത്തത് പ്രതിവിധിയില്ലാതിരിക്കുന്നതുമായ ആ വിഷത്തെ കണ്ടിട്ട് ദിക്പാലസഹിതരായ സകല പ്രജകളും ഭയപ്പെട്ടു. ഒരു ദിക്കിൽ നിന്നും രക്ഷയില്ലെന്ന് കണ്ടതിനാൽ സദാശിവനെ ശരണം പ്രാപിച്ചു. സദാശിവൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപം എന്ന് പറഞ്ഞാൽ സദാശിവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മംഗളകരമായിട്ടുള്ളവൻ എന്നർത്ഥം. അങ്ങനത്തെ ഒരാൾക്ക് ഈ ഹലാഹലം എന്നുള്ള അതിഘോരമായിട്ടുള്ള വിഷത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഇനി 20ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. വിലോക്യതം ദേവവരം ത്രിലോക്യാം ഭവായ ദേവാഭിമതം മുനീനാം ആസീനമദ്രാവപവർഗഹേതോസ്തവോ ജുഷാണം സ്തുതിഭി പ്രണേമു. അതായത് ദേവിയോടുകൂടി, ആരെ? സാക്ഷാൽ പരമേശ്വരിയോടുകൂടി ത്രിലോകി 3 കണ്ണുള്ളവൻ സമൃദ്ധിക്കായി കൊണ്ട് അദ്രിയിൽ ഇരിക്കുന്നവനും, കൈലാസപർവ്വതത്തിൽ ഇരിക്കുന്നവനാണ്. അതാണ് അദ്രി പർവ്വതം. മുനിമാരുടെ മോക്ഷത്തിനായിക്കൊണ്ട്. അപ്പോൾ ഈ ഭഗവാൻ ദക്ഷിണാമൂർത്തിയായിട്ട് ഋഷികൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. എന്ത്? മോക്ഷത്തിന് എന്ത് ചെയ്യണം എന്നുള്ളത്. ഋഷികളെന്ന് പറഞ്ഞാൽ തന്നെ മന്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ്, കേമന്മാരാണ്. അതുകൊണ്ട് കാര്യമായോ ഇല്ല. സ്വയം മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ വേദങ്ങൾ അറിയണം. വേദങ്ങളെന്ന് പറഞ്ഞാൽ അറിവുകളെന്നർത്ഥം. ഋഗ്വേദം, സാമവേദം, യജുർവേദം, മറ്റത് കൂട്ടില്ല. അഥർവവേദം കൂടുതലും ഈ മാട്ടുമാരനൊക്കെയാണ്. അതിൽ ചില നല്ല മന്ത്രങ്ങളുണ്ട്, പക്ഷെ അതിന് കൂട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞു, ദേവിയോടുകൂടി ത്രിലോകിയുടെ സമൃദ്ധിക്കായിക്കൊണ്ട് അദ്രിയിലിരിക്കുന്നവനും മുനിമാരുടെ മോക്ഷത്തിനായിക്കൊണ്ട് സമ്മതമായ തപസ്സിനെ സ്വീകരിച്ചിരിക്കുന്നവനുമായ ആ ദേവശ്രേഷ്ഠനെ നോക്കിയിട്ട് സ്തോത്രങ്ങളോടുകൂടി പ്രണമിച്ചു. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്തുതിക്കാന്ന് അർത്ഥം. അതറിയണം. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത് പറയാമെന്ന് അർത്ഥം. ഒരാളെ കൊണ്ട് കാര്യമുണ്ടെങ്കിൽ അയാളെ പറ്റി നല്ലത് പറയണം. അത് എല്ലാവർക്കും സാധിക്കില്ല. അതങ്ങനെയാണ്. അത് ചിലപ്പോൾ ഇഷ്ടത്തിൻ്റെ മുകളിലായി എന്ന് വരാം, അല്ലെങ്കിൽ അറിവില്ലായ്മ മുകളിലായി എന്ന് വരാം. അപ്പോൾ ഈശ്വരനെ എല്ലാവരെയും നല്ലത് പറഞ്ഞ് ശീലിക്കണം. അങ്ങനെയാണ്. അത് ഈ കണ്ടതും കേട്ടതുമല്ല സത്യം, അനുഭവിച്ചതാണ്. അനുഭവമാണ് സത്യം. അത് എൻ്റെ അനുഭവമാവില്ല വേറൊരാൾക്ക്. അപ്പോൾ എൻ്റെ സത്യമാവില്ല വേറൊരാൾക്ക്. അപ്പോൾ വേറൊരാളുടെ സത്യമാവില്ല എനിക്ക്. അതറിയാനുള്ളൊരു വിവേകബുദ്ധി നമ്മൾക്കുണ്ടായാൽ അപശകുനങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ജീവിതത്തിൽ അപശകുനങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താ? ഓരോരുത്തരും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് പറഞ്ഞ് നിൽക്കും. അവിടെയാണ് പ്രശ്നം. അപ്പോൾ പ്രീതികരമായിട്ട് ജീവിക്കുക, അതാണ്. മരിച്ചു പോയാൽ ആൾക്കാർ പറയണം അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവനാണ് എന്ന് പറയണം. അല്ലാതെ കൊണ്ട് അവിടെ ആരുടെയും എന്താണെന്നാ പറയുക, വിപരീത ദശയിലുള്ള കാര്യങ്ങൾക്ക് സ്റ്റാൻഡില്ല. എന്താണ് ഉള്ളത് അതിൽ സന്തോഷമാണ്. കിട്ടിയതിൽ സന്തോഷം എന്ന് പറയും. തനിക്ക് ആവാത്തത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇഷ്ടക്കൂടുതൽ, ആ ഇഷ്ടക്കൂടുതലാണ് ഈശ്വരാനുഗ്രഹം എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെയാണ്.
അപ്പം ഇവിടെ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ത്രിലോകിയുടെ അഭിവൃദ്ധിയെ സങ്കല്പിച്ച് ഈ 3 ലോകം, ഏത് സ്വർഗം, ഭൂമി, പാതാളം, അങ്ങനെയാണല്ലോ പറയാ, സങ്കല്പിച്ചും കൊണ്ട് പാർവതി ദേവിയോടും കൂടി കൈലാസപർവ്വതത്തിൽ വസിക്കുന്നുവെങ്കിലും മുനിമാർക്ക് മോക്ഷസാധനമായിരിക്കുന്നതും സമ്മതവുമായ തപസ് അനുഷ്ഠിച്ചും കൊണ്ട്, അപ്പോൾ പരമശിവൻ എന്താ ചെയ്യണത്? സദാസമയത്തും തപസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അതാണ് തപസ്സമ്പ്രദായത്തെ അവരെ അഭ്യസിപ്പിക്കുന്നവനും. വലിയവർ ചെയ്യുന്ന കാര്യങ്ങൾ ആണ് മറ്റുള്ളവർ ചെയ്യേണ്ടത്. പക്ഷേ ഭഗവാൻ ശിവൻ തപസ് ചെയ്തു എന്നല്ലാണ്ട് ലൗകികത ആഗ്രഹിക്കുന്നവരാരും തപസ് ചെയ്യണില്ല. അതുകൊണ്ടാണ് അവർക്ക് ദുഃഖം ഉണ്ടാവുന്നത്. തപസ് എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം എന്ന അർത്ഥം പറയാം. അനുഷ്ഠാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരീയമായ രീതിയിൽ പ്രീതിജനകമായിട്ട് ജീവിക്കുക. തനിക്കെന്നും തൻ്റേതെന്നുമുള്ള അവസ്ഥ ഉണ്ടാവരുത്. അത് മമതയാണ്. അത് വേദം സമ്മതിക്കണില്ല. ദുരാഗ്രഹികളെന്നാണ് അർത്ഥം പറയാം. ദുരാഗ്രഹികൾ. അപ്പോൾ പറഞ്ഞു, അവരെ അഭ്യസിക്കുന്നവനും ദേവോത്തമനുമായ ശിവനെ, ദേവന്മാരിൽ ഉത്തമൻ, തപസ് ചെയ്യണേര് ശിവനെ കണ്ടിട്ട് ശാസ്ത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു എന്നായി. അപ്പോൾ പ്രജാപതയെ ഊജുഹു, പ്രജാപതികൾ, അതായത് എന്താണെന്നാ പറയുക, ഈ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രജാപതികളുണ്ട് ധാരാളം. ആ പ്രജാപതികൾ എങ്ങനെയാണ് സ്തുതിച്ചത് ശിവനെ എന്നാ പറഞ്ഞത്. 21 ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവനാം ത്രാഹിന ശരണാപന്നാം സ്ത്രൈലോക്യാദഹനാൽ വിഷാദ്. എന്താ പറഞ്ഞത്? ദേവദേവ, ദേവന്മാരുടെ ദേവനായിരിക്കുന്നവനെ, മഹാദേവ, ഭൂതാത്മൻ, ബ്രഹ്മാവിനു കൂടി ഭൂതാത്മൻ എന്നുള്ളതില്ല. നാരായണനും ശിവനും മാത്രമേ ഉള്ളൂ ഭൂതങ്ങളിൽ ആത്മാവായിരിക്കുന്നവർ എന്നർത്ഥം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണതൊക്കെ. അപ്പോൾ ഭൂതാത്മൻ, ഭൂതഭാവന, ഭൂതങ്ങളുടെ ഭാവിയെ രക്ഷിക്കുന്ന കഴിവ് ഉള്ളവൻ. ഭൂതഭാവന ത്രാഹി, ഞങ്ങളെ രക്ഷിക്കണേ. ന ശരണാപന്നാം സ്ത്രൈലോക്യദഹനാത് വിഷാൽ, ഈ 3 ലോകങ്ങളെ ഈ കാട്ടുതീ പോലെ അതിഘോരമായിട്ടുള്ള വിഷം ചാമ്പലാക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങളെ രക്ഷിച്ചാലും എന്നായി അർത്ഥം. അപ്പോൾ പറഞ്ഞു, ഭൂതങ്ങളുടെ ആത്മാവായുള്ളവേ, ഭൂതങ്ങളെ രക്ഷിക്കുന്നവേ, ശരണം പ്രാപിക്കുന്ന ഞങ്ങളെ ത്രൈലോക്യത്തെ ദഹിപ്പിക്കുന്നതായ വിഷത്തിൽ നിന്ന് രക്ഷിച്ചാലും എന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം, പ്രജാപതികൾ സ്തുതിച്ചു. ഇത് മുതൽ 15 ശ്ലോകം ദേവന്മാർ ചെയ്യുന്ന ദേവസ്തുതി. ഹേ ദേവദേവ, ഹേ മഹാദേവ, ഹേ ഭൂതാത്മകനും ഭൂതരക്ഷകനുമായുള്ളവേ, ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ 3 ലോകങ്ങളെയും ദഹിപ്പിക്കുന്ന വിഷത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നായി. ഇനി രണ്ടാമത്തെ സ്തുതി എന്താ? ടെക്സ്റ്റിൽ 22-ാമത്തെ ശ്ലോകം. ത്വം ഏക സർവജഗത ഈശ്വരോ ബന്ധമോക്ഷയോ തം ത്വാം അർച്ചന്തി കുശല പ്രപന്നാർത്തിഹരം ഗുരും. അതായത് സകല ജഗത്തിൻ്റെയും ബന്ധമോക്ഷങ്ങളിൽ സമർത്ഥൻ അങ്ങ് ഏകൻ തന്നെ. പ്രപന്നന്മാരുടെ ആർത്തിയെ ഹരിക്കുന്ന ഉപദേഷ്ടാവായ ആ അങ്ങയെ കുശലന്മാർ പൂജിക്കുന്നു. അവിടെ ഒരു വാക്കുണ്ട്, കുശലന്മാർ. അതെന്താ? സാമർഥ്യമുള്ളവർ എന്നർത്ഥം. എന്തിന്? ഈ പ്രപഞ്ചത്തിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നവരവർ കുശലന്മാർ. കൗശലമുള്ളവർ എന്നുള്ളവരെന്ന് അർത്ഥം പറയും. കൗശലം, സാമർഥ്യമുള്ളവർ. എന്തിനു വേണ്ടി? പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്. നെഗറ്റിവിറ്റി അല്ല. നെഗറ്റിവിറ്റി വലിയ അപകടമാണ്.
അപ്പോൾ പറയണു അതിൻ്റെ ഭാവാർത്ഥം, സകല ലോകങ്ങളിലുള്ളവർക്കും ജനന മരണരൂപമായ ബന്ധവും അതിൽ നിന്നുള്ള മോക്ഷവും നൽകുന്ന സർവേശ്വരൻ നിന്തിരുവടി ഏകൻ തന്നെ. അങ്ങയെ ഭജിക്കാത്തവർക്ക് ബന്ധത്തെയും ഭജിക്കുന്നവർക്ക് ഉപായത്തെ ഉപദേശിച്ച് അതായത് ഈ ബന്ധം ഭജിക്കാത്തവർക്കാണ് ബന്ധം എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റിയായി. ഒന്നിലും എല്ലാം വേണേനി എന്നാൽ ഒന്നിലും ബന്ധം ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ, ആരേനെ വിട്ടിട്ട് ആദ്യം പോണ്ടി വരിക പറയാൻ പറ്റില്ല. അപ്പോൾ ലോകാസമസ്ത സുഖിനോ ബന്ധു പ്രാപിച്ചാലും മരിക്കേണ്ടവർ മരണസമയമായാൽ മരിക്കും. അപ്പം മരണത്തിൽ നിന്നുള്ള രക്ഷയല്ല, പിന്നെയോ നെഗറ്റിവിറ്റിയിൽ നിന്നുള്ള രക്ഷ നമുക്ക് ആവശ്യം. അതെങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ സദാസമയത്തും നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ, നാരായണനെ മനസ്സിൽ ധ്യാനിക്കുക. ആ ധ്യാനം നടക്കുന്ന സമയത്ത് മനസ്സ് വേറെ എവിടെയും പോവില്ല, മനസ്സ് സുസ്ഥിരമായിട്ടിരിക്കും. അപ്പോൾ സംസാര ദുഃഖത്തെ തീർത്ത് മോക്ഷത്തെയും നൽകുന്ന പരമഗുരുവായ ആ നിന്തിരുവയുടെ മഹിമയെ അറിയുന്ന കുശലന്മാർ അങ്ങയെ തന്നെ പൂജിക്കുന്നു. ഇനി 15 മൂന്നാമത്തെ ശ്ലോകം അതെന്താ? ഗുണമയ്യാ സ്വശക്ത്യാസ്യാ സർഗസ്ഥിത്യപ്യയാൻ വിഭോ ദൽസേയദാ സുദൃഗ്ഭൂമൻ ബ്രഹ്മവിഷ്ണു ശിവാഭിധാം. തന്നെ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യത്തിനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കണം. അപ്പോൾ ദുർവൃത്തികളൊന്നും നമ്മളെ ഭരിക്കില്ല. ദുർവൃത്തികൾ നമ്മളെ ഭരിക്കപ്പെടാൻ നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇവിടെ പറയണു, തന്നെത്താൻ കണ്ടിരിക്കുന്ന ഹേ സർവവ്യാപക, ഇതിൻ്റെ സർഗം സ്ഥിതി അപ്യയം ഇവയെ ധരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ഗുണസ്വരൂപിണിയായ അങ്ങയുടെ ശക്തി കൊണ്ട്, അതായത് പാർവതി ദേവി സ്വശക്തിയ അങ്ങയുടെ ശക്തി, അതാണ് എന്താണെന്ന് പറയുക, ശക്തി ഇല്ലാണ്ട് ശിവനില്ല എന്ന് പറയും. ശക്തി എന്ന് പറഞ്ഞാൽ പരമേശ്വരി. എന്നിലും നിങ്ങളിലുള്ള ശക്തി ആരുടെയാണ്? അത് സ്ത്രീലിംഗ ശക്തി സ്വരൂപിണി എന്ന് പറഞ്ഞാൽ പരാംബിക എന്നർത്ഥമായി. എന്നാൽ സത്യത്തിൽ ആത്മാവിൻ്റെ രൂപം എന്താ? ആത്മാവിൻ്റെ രൂപം ബാലാഗ്രശതവാകസ്യ വിസ്തരസ്യ ഏകോ ജീവാന്നും പ്രേമസ്വരൂപനാണ് ഭഗവാൻ. പ്രേമെന്ന് പറഞ്ഞാൽ ശാരീരികമല്ല, ആധ്യാത്മിക. ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ്, പ്രേമെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അത് ഡിവൈനാണ്, ആത്മബന്ധമാണ്. അപ്പോൾ പറയണു, ആഗ്രഹിക്കുമ്പോൾ ഗുണസ്വരൂപിണിയായ അങ്ങയുടെ ശക്തി കൊണ്ട് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്ന അഭിധാനത്തെ ധരിക്കുന്നു എന്ന് വാക്കാർത്ഥമായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരണം. ഹേ വിഭോ, ഹേ ഭൂമൻ, തന്നെത്താൻ കണ്ടുകൊണ്ടിരിക്കുന്ന സർവേശ്വരനായ നിന്തിരുവടി ഈ ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ സത്വരജസ്തമോ ഗുണപ്രധാനനായിരിക്കുന്ന അങ്ങയുടെ മായാശക്തിയെ സ്വേച്ഛയാ അംഗീകരിച്ച് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നുള്ള നാമധേയങ്ങളെയും മൂർത്തിഭേദങ്ങളെയും ഏകനായി തന്നെ ധരിക്കുന്നു. കാര്യാർത്ഥം മൂർത്തിഭേദങ്ങൾ ധരിക്കുന്നുവെങ്കിലും പരമാർത്ഥത്തിൽ നിന്തിരുവടി ഏകനല്ലാതെ അന്യനായ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു പ്രാർത്ഥന. ഇനി 15:4 അതെന്താ? ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സദസദ്ഭാവഭാവന നാനാശക്തിവിരാഭാത് ത്വം ആത്മാ ജഗദീശ്വര. അങ്ങ് ആരാണ്? ജഗദീശ്വരനാണ്. അതായത് സത്ത് അസത്ത്, ഈ സമ്പത്തല്ല കേട്ടോ, സത്ത് അസത്ത് എന്ന ഭാവങ്ങളെ ഉത്ഭവിപ്പിക്കുന്നവനും, സത്യത്തിൽ സത്ത് മാത്രമാണ്, അസത്ത് ഉണ്ട് എന്ന് തോന്നുന്നത് സത്തിൻ്റെ അഭാവമാണ്. അപ്പോൾ ജഗത്തുക്കളുടെ ഈശ്വരനും ആത്മാവും
അനേകവിധ ശക്തികളാൽ ഏറ്റവും ശോഭിക്കുന്നവനുമായ അങ്ങ് ഏറ്റവും ഗോപ്യമായിരിക്കുന്ന ബ്രഹ്മമാകുന്നു. ഏറ്റവും ഗോപ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗോപ്യം എന്ന് പറഞ്ഞാൽ പരക്കെ കാണാത്തത് എന്നർത്ഥം. ആലോചിച്ചാൽ മാത്രമുള്ളത്, ആലോചിച്ചിട്ടില്ലെങ്കിൽ ഒന്നുമില്ല. ആലോചിച്ചാൽ എല്ലാം ഉണ്ടേനി പ്രമോശയോ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. സർവവേദങ്ങളുടെ താല്പര്യമായിരിക്കുന്ന സർവോത്കൃഷ്ട ബ്രഹ്മം നിന്തിരുവടിയാകുന്നു. ഉത്കൃഷ്ട നികൃഷ്ട ഭാവങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ദേവ മനുഷ്യ തിര്യഗാദി ജീവജാലങ്ങളെ ഉത്ഭവിക്കുന്ന ജഗദീശ്വരനായ നിന്തിരുവടി ഏകൻ തന്നെ. നാനാശക്തികളെ ആശ്രയിച്ച് നാനാസ്വരൂപനായിട്ട് വിളങ്ങുന്നു. ലോകങ്ങളുടെ നിമിത്ത കാരണവും ഉപദാന കാരണവും ഏകനായ നിന്തിരുവടി തന്നെ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് 15:5. ത്വം ശബ്ദയോ നിർജഗദാധിരാത്മാ പ്രാണേന്ദ്രിയ ദ്രവ്യഗുണസ്വഭാവം കാലക്രതു സത്യമൃതം ച ധർമ്മസ്ത്വയ്യക്ഷരം യൽ ത്രിവൃതാമനന്തി. അതിൻ്റെ വാക്കാർത്ഥം കേൾക്കാം. ശബ്ദങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനം. ശബ്ദങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനം എവിടെയാണ്? അവരവരുടെ എന്താ പറയുക, കുണ്ടലിനി ശക്തി, അതായത് ജനനേന്ദ്രിയത്തിൻ്റെ മേലെയും പൊക്കിളിനും ഇടയ്ക്കുള്ള അടിവയറ്റിലാണ് കുണ്ടലിനി കിടക്കുന്നത്. കുണ്ടലിനിയുടെ ശക്തി അതൊരു 3.5 ചുറ്റുള്ള ഒരു സർപ്പാകൃതി, സർപ്പം തല കമിന്ന് കിടക്കുന്ന കൂട്ടത്തിലാണ്. ഉണർന്നാലാണ്, നേർക്ക് നേരെ വരുമ്പോഴാണ് പത്തി വിടർത്തി എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? അപ്പോൾ ശബ്ദങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും ജഗത്തിൻ്റെ ആദിയും പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ എന്ന സ്വഭാവത്തോടു കൂടിയവനും അഹങ്കാരവും കാലവും. ആത്മ എന്ന് പറഞ്ഞതും ആത്മാ എന്ന് പറഞ്ഞും കൂടിയിട്ട് വ്യത്യാസമുണ്ട്. ആത്മാ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാ എന്നുള്ള ദൈർഘ്യം കൂടിയാലോ അഹങ്കാരം എന്നായി. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ആത്മാ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ആത്മ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ബ്രഹ്മസ്വരൂപം. അപ്പോൾ കാലവും യാഗവും, ക്രതു എന്ന് പറഞ്ഞാൽ യാഗം, സത്യവും ഋതവും. സത്യം എന്ന് പറഞ്ഞാൽ ഋതല്ലേ വയ്ക്കും, കുറച്ച് വ്യത്യാസമുണ്ട്, അതങ്ങനെ 2 വാക്ക്. സത്യവും ഋതവും ധർമ്മവും നിന്തിരുവടിയാകുന്നു. എല്ലാം പോസിറ്റിവിറ്റിയാണ്. ആരെ? പരമശിവൻ. ഗുണത്രയാത്മകമായ അക്ഷരം പ്രധാനം യാതൊന്നോ അത് അങ്ങയിലാണെന്ന് പറയുന്നു. ആരെ? വേദം. അതിൻ്റെ ഭാവാർത്ഥം പറയണു. ദേവപ്രകാശകത്വം നിമിത്തം ജ്ഞാനസ്വരൂപനാണെന്നുള്ളതിനെ പ്രതിപാദിച്ചും കൊണ്ട് ജഗത് രൂപേണ വിളങ്ങുന്ന സമ്പ്രദായത്തെ വിവരിക്കുന്നു. ഹേ ഭഗവൻ, നിന്തിരുവടി ശബ്ദാത്മകമായ വേദത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാകുന്നു. അതുകൊണ്ട് അങ്ങയുടെ സ്വരൂപം തന്നെ ജ്ഞാനമാണെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന രൂപം അത് മായയാണ്. അപ്പോൾ പരമശിവൻ എന്ന് പറഞ്ഞാൽ നടരാജനായിട്ട് അല്ലെങ്കിൽ പ്രദോഷ നൃത്തം ചെയ്യുന്ന താണ്ഡവം, ശിവതാണ്ഡവമാണെന്ന ശിവനാണെങ്കിലും സത്യത്തിൽ എന്താ? ജ്ഞാനാണ്, ഈശ്വരൻ, അറിവാണ്. അപ്പോൾ എനിക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോയിലും വിഗ്രഹത്തിലുണ്ട് എന്നല്ല, അറിവിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്നാണ്. അത് ഓരോരുത്തർക്കും പൂർവജന്മാന്തര സുഹൃത ദുരിതങ്ങൾക്കനുസരിച്ച് ഏറിയും കുറഞ്ഞിരിക്കും, സമ്മിശ്രമായിട്ട് ഇരിക്കും. അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ തൂക്കമുണ്ടെങ്കിൽ ഒരേപോലെ ഞാനും അയാൾ ഒരേപോലെ എന്ന് പറയാൻ പറ്റുമോ? സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ എല്ലാവരും തമ്മിൽ. വെയിറ്റ്, ഹൈറ്റ് കാണാനൊരുപോലെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ ജ്ഞാനമാണെന്ന് സിദ്ധിക്കുന്നു. ജഗത്തിൻ്റെ ആദിയായ മഹത്തത്വവും പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്ന ഭാവത്തെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഭാവത്തെ ആശ്രയിച്ചിരിക്കുന്ന
രാജസാദി ഗുണഭാവത്തോടുകൂടിയ അഹങ്കാരവും സങ്കല്പാത്മകമായ യാഗവും ക്രതുവും സമദർശനാത്മകമായ സത്യവും. ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ? സമദർശനം, ആത്മാവിൻ്റെ സമദർശനത്തിനാണ് സത്യം, അല്ലാണ്ട് കണ്ടതും കേട്ടതും പറയലല്ല. ഉള്ളവനിലും ഇല്ലാത്തവനിലും ഉയർന്നവനിലും കുറുകിയവനിലും വിദ്യവാനിലും വിദ്യ ഇല്ലാത്തവനിലും ജ്ഞാനിയിലും അജ്ഞാനിയിനും ഒരേപോലെ കാണാം. അതാ സത്യം. ആ സത്യത്തിനാണ് സ്ഥായി എന്ന് പറയാം. അപ്പോൾ സമദർശനാത്മകമായ സത്യവും, ഈ ആഖ്യാനം വായിക്കാതെ കൊണ്ട് ഇത് വായിക്കാൻ പഠിച്ചിട്ട് അതൊരു കാര്യമില്ലേ. യഥാർത്ഥ ഭാഷണമായ ഋതവും, യഥാർത്ഥമായ കാര്യങ്ങൾ പറയുന്നത് ഋതം എന്ന് പറയും. യഥാർത്ഥ ഭാഷണം. യജ്ഞാതിസ്വരൂപമായ ധർമ്മവും, ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? യജ്ഞം സ്വരൂപമായിട്ടുള്ളവെന്നാ ധർമ്മം. ഈ ധർമ്മം എന്താ? ഇപ്പോൾ ഒരു തായമ്പ കൊടുക്കുകയാണെങ്കിൽ തായമ്പക്കാരന് കാശ്, വട്ടം പിടിക്കണവന്, മുൻവട്ടം പിടിക്കണവന് കാശ്, പിൻവട്ടം പിടിക്കണവന് കാശ്, ഇളത്താളക്കാരന് കാശ്, ഇതൊക്കെ ധർമ്മത്തിൽ വരും. അത് നമ്മൾ ഭഗവാന്റെയും ഭഗവതിയുടെയും പേരിൽ ചിലവാക്കണമെന്ന് മാത്രം. അപ്പോൾ നിന്തിരുവടി ഏകൻ തന്നെയാകുന്നു. എന്തുകൊണ്ടെന്നാൽ ത്രിഗുണാത്മകമായ പ്രധാനം നിന്തിരുവടിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നമുക്ക് നിർത്താം. അപ്പോൾ 667 ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. 668 നമ്മൾക്ക് നാളേക്ക് വയ്ക്കാം. 668. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ടെസ്റ്റിൽ 26ാമത്തെ ശ്ലോകമാണ്. ഈ സ്തുതിയിൽ 15ൽ 6ാമത്തെ ശ്ലോകമായിരിക്കും. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോക സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ. അതിൽ ഉറ്റയവരും ഉടയവരും എല്ലാവരായി, ദീനമുള്ളവരും ദീനമില്ലാത്തവർക്കും സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീം മഹീഷാഹ ഗോ ബ്രാഹ്മണേസ്തു ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമസ്കാരം. നാളെ കാണാം.